ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവഹിതം വെളിപ്പെട്ട് കിട്ടിയതിന് ശേഷം അതനുസരിക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് യാത്ര ചെയ്ത് അതിൻ്റെ അനന്തരഫലം ജീവിതത്തിൽ കൊയ്യുന്നവരെ കുറിച്ചാണ്. എൻ്റെ ദൈവവചന ധ്യാനത്തിങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊരു കാര്യം എന്നോട് ഇടപെട്ടു. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുറച്ചാഴ്ചകൾക്ക് മുമ്പ് എങ്ങനെ ദൈവഹിതം തിരിച്ചറിയാം എന്നൊക്കെയുള്ള ചില മെസ്സേജുകൾ നൽകി കൊടുത്തിരുന്നു. നമ്മുടെ ജീവിത വിജയത്തിന് ദൈവഹിതം തിരിച്ചറിയേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ശ്രേഷ്ഠമായ വിശാലമായ ദീർഘകാല പദ്ധതികളാണുള്ളത്. ഈ പദ്ധതികൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ഞാനും നിങ്ങളും തികഞ്ഞ ദൈവാശ്രയത്തോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആ പൂർണ്ണ നിയന്ത്രണത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം തൻ്റെ പദ്ധതികൾ നമ്മളെ അറിയിക്കുകയും നാം അതിലൂടെ കടന്ന് നാം അതിനനുസൃതമായിട്ട് മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ നമ്മിലൂടെ ദൈവനാമം മഹിമപ്പെടുകയും ചെയ്യും. ഇതിനാണ് സത്യത്തിൽ ദൈവഹിതം അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ദൈവഹിതം അന്വേഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തേത്, ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാത്തവർ. അവരൊരു കാര്യം ചെയ്താലും ദൈവത്തിൽ ആശ്രയിക്കാറില്ല, അല്ലെങ്കിൽ അവരതിനെ ഗൗരവമായിട്ട് എടുക്കാറില്ല, തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്തു പോകുന്നവർ. രണ്ടാമത്തവർ ഇതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവര് ജീവിത വിജയത്തിലേക്ക് എത്തുന്നു. അവരിലൂടെ ദൈവനാമം മഹിമപ്പെടുന്നു. ദൈവം അത് ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏത് ചെറിയ കാര്യവും ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ അർത്ഥം പ്രവാചകന്മാരെ വിളിച്ച് എപ്പോഴും ചോദിച്ച് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥനയോടെ നാം ചെയ്യുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ തൻ്റെ ഇഷ്ടപ്രകാരം ദൈവം ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് വേണ്ടി ക്രമീകരിച്ച് ചെയ്യുന്നത് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതാണല്ലോ നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഇത് രണ്ടിൽ നിന്നും വ്യത്യസ്തമായ ആൾക്കാരാണ്. അവര് ദൈവഹിതം വെളിപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ ഇഷ്ടം അവർക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. പക്ഷെ വെളിപ്പെട്ട് കിട്ടുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സ്വന്തം താല്പര്യം നിവർത്തിക്കുവാനായിട്ട് അവർക്കിഷ്ടമുള്ള വഴികളിൽ യാത്ര ചെയ്യുന്നു. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ അവരേതറ്റം വരെ പോകും, എന്തെല്ലാം ദുരന്ത ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർ കൊയ്തെടുക്കും, ഇതാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് പറ്റും. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ദൈവഹിതം അന്വേഷിച്ച് കണ്ടെത്തി വെളിപ്പെട്ട് കിട്ടിയ ഒരാളാണ്. പക്ഷേ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അതിനെ അവഗണിച്ചുകൊണ്ട് തൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്തു പോയി. പിൽക്കാലത്ത് തൻ്റെ ഉപദേശം ഒരു വലിയ സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വരെ കാരണമായി തീർന്നു. ആ വ്യക്തി മറ്റാരുമല്ല, ബിലയാമാണ്. ബിലയാമിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ പിന്നീടുള്ള പുതിയ നിയമ പുസ്തകങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ബിലയാമിൻ്റെ ഉപദേശം അഥവാ കൗൺസിൽ ഓഫ് ബിലയാം എന്നുപോലും അതിന് പേരിട്ട് വിളിക്കുന്ന ഒരു ഉപദേശത്തിലേക്ക് ആ ഉപദേശം മാറി. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പെർഗമോസ് സഭയോടുള്ള ദൂതായിട്ട് പറയുന്നത് ഇവിടെയാണ്. ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലർ അവിടെ നിനക്കുണ്ട്. എന്താണ് ബിലയാമിൻ്റെ ഉപദേശം? വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിന്, അടുത്തത് ദുർനടപ്പ് ആചരിക്കേണ്ടതിന് അവരുടെ മുമ്പിൽ ഇടർച്ച വെച്ചു കൊടുത്ത ബിലയാം. അങ്ങനെയെങ്കിൽ ബിലയാം ആരാണെന്നും ബിലയാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് നാം കൈക്കൊള്ളേണ്ടുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. സംഖ്യാപുസ്തകം 22 മുതൽ 25 വരെയുള്ള അധ്യായങ്ങളിലാണ് ബിലയാമിനെ കുറിച്ചുള്ള വിവരണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് ചുരുക്കമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് ചില ആത്മീക ചിന്തകൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരും. പ്രാർത്ഥനയോടെ നമുക്ക് ഈ സന്ദേശത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോകാം. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ മോവാബ് സമഭൂമിയിൽ വന്ന് പാളയമിറങ്ങി. അവർ വലിപ്പത്തിൽ വളരെയധികമായിരുന്നു, എണ്ണത്തിൽ ഒരുപാടായിരുന്നു. അവർ കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം ശത്രുക്കളെ കീഴടക്കി ജയാളികളായിട്ട് വന്നപ്പോൾ മോവാബ് രാജാവായ ബാലാക്ക് ഇസ്രായേൽ ജനത്തിൻ്റെ വരവ് കണ്ട്
അദ്ദേഹം ഭയപ്പെട്ടു പോയി. അദ്ദേഹത്തിന് മനസ്സിലായി യുദ്ധം ചെയ്ത് ഇവരെ കീഴ്പ്പെടുത്തുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അന്നത്തെ കാലത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ബിലയാം എന്ന് പറയുന്ന വ്യക്തി. ഈ ബിലയാം ആരെയെങ്കിലും അനുഗ്രഹിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെടും, ആരെങ്കിലും ശപിച്ചാൽ അവർ ശപിക്കപ്പെടും. അങ്ങനെ ഒരു പ്രത്യേക കൃപ അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരുന്നു. സത്യത്തിൽ അദ്ദേഹം യഹോവയാം ദൈവം തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അല്ലാതെ മറ്റ് എന്തെങ്കിലും ശക്തികളിൽ ആശ്രയിച്ച ഒരാളല്ലായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ ബാലാക്ക് എന്ന് പറയുന്ന വ്യക്തി ചില മിദ്യാന്യ മൂപ്പന്മാരെയും മോവാബ്യ മൂപ്പന്മാരെയും ഒക്കെ ബിലയാമിന്റെ അരികിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ബിലയാമിന്റെ അരികിലേക്ക് അയച്ചിട്ട് ബിലയാമിനോട് പറഞ്ഞു, കുറച്ച് ജനം ഇവിടെ വന്ന് പാർക്കുകയാണ്, നീ വന്നവരെ ശപിക്കണം, നീ വന്നവരെ ശപിച്ചാൽ അവർ ശപിക്കപ്പെടും, അങ്ങനെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്തവരെ കീഴടക്കാനായിട്ട് പറ്റും. അപ്പൊ ബിലയാം പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ദൈവത്തിന് ഈ കാര്യത്തിൻ്റെ അകത്ത് എന്താണ് എന്നോട് പറയാനായിട്ടുള്ളത്? അങ്ങനെ തന്നെയാണ് നമ്മൾ 22-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 22-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യമാണ്. ആ വാക്യം എങ്ങനെയാണ്? ഇന്ന് രാത്രി ഇവിടെ പാർക്കുവീൻ, യഹോവ എന്നോട് അരുളി ചെയ്യുന്നത് പോലെ ഞാൻ നിങ്ങളോട് ഉത്തരം പറയാം. നോക്കുക, ദൈവത്തിന്റെ ആലോചനയ്ക്കായിട്ടും ദൈവശബ്ദത്തിനായിട്ടും ദൈവഹിതത്തിനായിട്ടും താൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ദൈവശബ്ദത്തിനായിട്ട് കാത്തിരുന്ന ഒരാളാണ് അദ്ദേഹം. 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ ചിന്തനീയമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ദൈവം ബിലയാമിന്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, നിന്നോട് കൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ഹു ആർ ദീസ് മെൻ വിത്ത് യു? നിന്നോടുകൂടെയുള്ള ഈ മനുഷ്യർ ആരാണ്? ഒരു ചോദ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ ചില ചോദ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിക്കാറുണ്ട്. ഒരു നല്ല അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഉത്തരം അറിയാഞ്ഞിട്ടല്ല, തൻ്റെ വിദ്യാർത്ഥി എന്ത് മനസ്സിലാക്കിയെന്ന് അറിയാനാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും ചിന്തിക്കാം. ഏദൻ തോട്ടത്തിൽ യഹോവയാം ദൈവം ആദമിനോടും ഹവ്വയോടും ചോദിച്ചു, വേറെ അറിയൂ, നീ എവിടെയാണ്? കയ്യിനോട് യഹോവയാം ദൈവം ചോദിച്ചു, നിന്റെ സഹോദരൻ എവിടെയാണ്? യോനായോട് ദൈവം ചോദിച്ചു, നീ കോപിക്കുന്നത് വിഹിതമാണോ? എത്ര ചോദ്യങ്ങളാണില്ലേ? രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത ശിഷ്യന്മാരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? വേദപുസ്തകത്തിലെ ദൈവത്തിന്റെ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്ക് ദൈവത്തിന് ഉത്തരം അറിയാത്തത് കൊണ്ടല്ല, ആ ചോദ്യങ്ങളുടെ പിറകിൽ ദൈവം മറച്ചു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇവിടെ ബിലയാമിനോട് ചോദിക്കുകയാണ്, നിന്റെ അരികിൽ വന്ന ഇവരാരാണ്? സത്യത്തിൽ ദൈവത്തിന് അറിയാത്തത് കൊണ്ടല്ല, അറിയാം. ആ ചോദ്യം കേട്ടപ്പോഴെങ്കിലും ബിലയാം ചിന്തിക്കണമായിരുന്നു, എന്തുകൊണ്ട് ദൈവം ആ ചോദ്യം ചോദിച്ചു? ഇവർ നിന്റെ വീട്ടിൽ വരാൻ പാടുള്ളതല്ലല്ലോ. സത്യത്തിൽ ബിലയാം ദൈവത്തോട് ചോദിക്കാൻ പോലും പാടില്ലായിരുന്നു. കാരണം ഒരു സമൂഹത്തെ മുഴുവനും ശപിക്കാനായിട്ട് ഒരാള് പണവും അല്ലെങ്കിൽ കുറച്ച് പ്രശസ്തിയും പണവും ഉള്ളയാൾ അതെല്ലാം കൊണ്ടുവന്നപ്പോൾ സത്യത്തിൽ ദൈവത്തോട് ചോദിക്കാൻ പോലും ഇല്ല. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ, നമ്മൾ നമ്മൾ ചില കാര്യങ്ങളിൽ ദൈവത്തോട് ദൈവഹിതം ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ? ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാൻ ദീർഘമാക്കുന്നില്ല. ഞാനത് പറഞ്ഞ ചിലർക്കൊക്കെ വിഷമമുണ്ട്. ചിലരൊക്കെ ചില കാര്യത്തിന് ദൈവഹിതം ചോദിക്കുന്നത് കേട്ടോ നമ്മൾ തലേ കൈവെക്കും, ഇല്ലേ? അവരുടെ ചില ചോദ്യങ്ങൾ സത്യത്തിൽ ദൈവത്തെ കളിയാക്കുകയാണോ എന്താണെന്ന് അറിയത്തില്ല. പോകട്ടെ. എന്തായാലും രാത്രിയിൽ ദൈവം വന്നിട്ട് ആമേൻ ബിലയാമിനോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നീ അവരോടുകൂടെ പോകരുത്. പിറ്റേന്നാൾ ബിലയാം ഈ വ്യക്തികളോട് പറയുന്നതാണ്, നിങ്ങളോടുകൂടെ പോരുവാൻ യഹോവ എനിക്ക് അനുവാദം തരുന്നില്ല. പക്ഷെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? ഈ മോവാബ് രാജാവായ ബാലാക്ക് ഇവരെക്കാൾ ശ്രേഷ്ഠമായ ചിലരെ ബിലയാമിന്റെ അരികിലേക്ക് അയച്ചപ്പോൾ ബിലയാം വീണ്ടും ദൈവഹിതം ചോദിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഒരിക്കൽ ദൈവം ഒരു കാര്യം ഹിതമല്ല എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ദൈവത്തെ കൊണ്ട് നിർബന്ധിപ്പിക്കരുത്. നമ്മൾ മനസ്സിലാക്കുക, ദൈവം പരമാധികാരിയാണെങ്കിലും നമ്മുടെ സ്വതന്ത്ര ഇച്ഛകൾക്ക് മേൽ ദൈവം പ്രവർത്തിക്കത്തില്ല. ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കൊരു സ്വതന്ത്ര ഇച്ഛയുണ്ട്, എനിക്കൊരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടത്തെ ദൈവം പരിപൂർണമായി നിയന്ത്രിക്കാനായിട്ട് വരത്തില്ല. എന്നോട് പറയും, നീ ആ ചെയ്യുന്നത് ശരിയല്ല, നീ ആ പോകുന്നത് ശരിയല്ല, നീ അങ്ങനെ ചെയ്യരുത്.
നീ അങ്ങനെ പ്രവർത്തിക്കരുത്, നീ ആ ഒരു തീരുമാനം എടുക്കരുത്. പക്ഷെ അതിനെ അവഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തന്നിഷ്ടപ്രകാരം പോയാൽ ദൈവം എൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യത്തില്ല. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത. അതെ, എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ടല്ലേ, ദൈവത്തിൻ്റെ ആ ഒരു 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 മഹത്വം എത്ര വലിയതാണ്. ദൈവം ആരുടെയും സ്വതന്ത്രമായ ഇച്ഛകളുടെ മേൽ പരമാധികാരം നടത്താറില്ല എന്നുള്ളതാണ് സത്യം. മനസ്സിലായോ? നാം ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള പൂർണ്ണമായ ഒരു മനസ്സ് നമുക്കുണ്ടാകും. രണ്ടാമത്തെ ദിവസം രാത്രിയിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, തലേന്നും പിറ്റേന്ന് ദിവസവും ദൈവഹിതം മാറുമോ? ഒരിക്കലും മാറത്തില്ല. പക്ഷെ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ദൈവത്തെ നിർബന്ധിച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് ദൈവം നമ്മളെ വിടും. അതിനെ വേണമെങ്കിൽ അനുവദനീയമായ ദൈവഹിതമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം. പോകട്ടെ. അങ്ങനെ ദൈവം നീ പോകാനായിട്ട് പറഞ്ഞു. നീ പോകാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് നീ പോയിട്ട് അനുഭവിച്ചിട്ട് വരാനാണോ എന്നുള്ള രീതിയിലാണോ പറഞ്ഞതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ പോകുമ്പോൾ യഹോവയുടെ കോപം അവന് നേരെ ജ്വലിച്ചു. അപ്പൊ ദൈവത്തിന്റെ കോപം ജ്വലിക്കണമെങ്കിൽ ദൈവത്തിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ലേ. പിന്നീട് പോയി പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശപിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും അതൊന്നും ദൈവം അനുവദിക്കാതെ ബിലയാമിന്റെ വായിൽ അനുഗ്രഹത്തിന്റെ വാക്കുകളെയാണ് ദൈവം കൊടുക്കുന്നത്. യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ പ്രാകും? തനിച്ചു പാർക്കുന്ന ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു സത്യസന്ധമായ കാര്യം നിങ്ങളോട് പറയാം. ദൈവസന്നിധിയിൽ നീതിയോടെ, ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന നാം വേർപാടും വിശുദ്ധിയും കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഒരു മന്ത്രവാദിക്കോ ലോകത്തിലെ ഒരു പൈശാചിക ശക്തികൾക്കോ നമ്മളെ തകർത്ത് കളയുവാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തില്ല. ഒരു പിശാചിനും അത് കഴിയത്തില്ല. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ സന്ദേശങ്ങളിൽ, മെസ്സേജുകളിലെല്ലാം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞത്, ദൈവജനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ വിശുദ്ധിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ബിലയാം അവിടെ നിന്ന് തന്റെ വഴിക്ക് പോയി. പക്ഷേ സംഖ്യാപുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആ ഭാഗമാണ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 25 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ മോവാബ്യ സ്ത്രീകളുമായിട്ട് പരസംഗം തുടങ്ങി. തങ്ങളുടെ ബലി കഴിക്കുവാനായിട്ട് ജനത്തെ വിളിച്ചു. അവർ പോയി. യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. എപ്പോൾ നമ്മുടെ വേർപാട് നഷ്ടപ്പെടുന്നോ, എപ്പോൾ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുന്നോ, അന്നേരം മുതൽ ദൈവത്തിന്റെ സംരക്ഷണവും ദൈവത്തിന്റെ സാന്നിധ്യവും നമ്മളെ വിട്ടു മാറുമെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്, ചൂളയുടെ ശക്തി എത്രയോ മടങ്ങ് വർദ്ധിപ്പിച്ചിട്ടും വേർപാട് കാത്തു സൂക്ഷിച്ച യഹൂദ ബാലന്മാർ ആ തീക്കകത്ത് വീണപ്പോഴും കെട്ടഴിഞ്ഞവരായി സ്വാതന്ത്ര്യത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചു എന്ന് മാത്രമല്ല, അവരുടെ രോമത്തിൽ പോലും തീയുടെ മണം അവരുടെ ശരീരത്തിൽ പോലും ഏശാതിരുന്നത് വേർപാടായിരുന്നു അവരുടെ ശക്തി. എൻ്റെയും നിങ്ങളുടെയും ശക്തി എന്ന് പറയുന്നത് വേർപാടാണ്. അവിടെ അവർ തെറ്റായ വഴികളിലേക്ക് അവർ പോവുകയാണ്. മോവാബി സ്ത്രീകളുമായിട്ട് പരസംഗത്തിലേക്ക് ഏർപ്പെട്ടു. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാനായിട്ട് അവർ പോവുകയാണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് ഉപദേശം കൊടുത്തത് ബിലയാമാണെന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ ചില ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, ദൈവഹിതം അന്വേഷിച്ചിട്ട് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടിയിട്ട് തന്നിഷ്ടപ്രകാരം പോയവൻ. എന്തുകൊണ്ട് അദ്ദേഹം തന്നിഷ്ടപ്രകാരം പോയി എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. ആ ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. എന്താണ് ആ ഒരു റീസൺ? എന്താണ്? പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. പത്രോസിന്റെ ലേഖനം 2 പത്രോസ് 2:16, അനീതിയുടെ കൂലി കൊതിച്ച് ബിലയാം യാത്ര ചെയ്തു. അനീതിയുടെ കൂലി. അപ്പം അദ്ദേഹത്തിന്റെ ലക്ഷ്യം പണമായിരുന്നു, കൂലിയായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവകൃപയെ പണത്തിന് വേണ്ടി നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ അഭിഷേകത്തെയും നമ്മുടെ ദൈവകൃപയെയും, ദൈവത്തിന് സ്തോത്രം, ലോകത്തിന്റെ മുമ്പിൽ അടിയറ വെക്കാനുള്ളതല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുക. ദൈവേഷ്ടവും ദൈവഹിതവും ലോകം കാണുമ്പോൾ, പണം കാണുമ്പോൾ, പദവികൾ കാണുമ്പോൾ വെച്ചു മാറാനുള്ളതല്ലെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയാണ് നാം യാത്ര ചെയ്തു പോകുന്നതെങ്കിൽ നമ്മുടെ ജീവിതം വലിയ പരാജയത്തിലേക്ക് കലാശിക്കും. നോക്കുക, മോവാബ് രാജാവിന്റെ മഹത്വവും അദ്ദേഹം കൊണ്ടുവന്ന സമ്മാനങ്ങളും പണപ്പൊതികളും കിഴിയും ഒക്കെ കണ്ടപ്പോൾ ദൈവത്തിന്റെ ആലോചനയെ കാറ്റിൽ പറത്തിക്കൊണ്ട് അവരെ വീഴ്ത്താനുള്ള വഴി പറഞ്ഞു കൊടുത്ത ബിലയാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം ദൈവത്തിന് സ്തോത്രം ദർശനക്കാരൻ, പ്രശ്നക്കാരനായി മാറിയെന്ന് മാത്രമല്ല, പിന്നീടുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ 31 അധ്യായത്തിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ ബിലയാമിനെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു
എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു വാളിൽ അവസാനിച്ചു. നല്ലപോലെ ചരിത്രം രേഖപ്പെടുത്തേണ്ടിയിരുന്ന ഒരാളുടെ ജീവിതം വാളിൽ അവസാനിച്ചപ്പോൾ ദൈവഹിതം അന്വേഷിക്കുന്നവർ മാത്രമല്ല, ദൈവഹിതം കേൾക്കുന്നവർ മാത്രമല്ല, സ്വന്തം ഇഷ്ടങ്ങളെയും വഴികളെയും ഒക്കെ വിട്ട്, ആമേൻ, എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ഇല്ലേ? മനോഹരമായ ഒരു പാട്ടിൻ്റെ വരികളാണ്. പ്രൈസ് ദി ലോർഡ്. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. ഈ പാട്ടിൻ്റെ വരികൾ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് താല്പര്യവും മനസ്സ് നമുക്കുണ്ടാകട്ടെ. അതിനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് ആമേൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ സന്ദേശം നമുക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ. വീണ്ടും കാണുന്നത് വരെ ആമേൻ. മാറാനാഥ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.